ഈ ക്വസ്റ്റ്യൻ നോക്കാം. In group 13 elements, atomic radius increases down the group, but atomic radius of gallium is less than that of aluminum. Why? അതായത് ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പരിശോധിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സിൽ അറ്റോമിക് റേഡിയസ് മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസസ് ആണ്. പക്ഷേ സാധാരണഗതിയിൽ നിന്ന് വിപരീതമായി ഗാലിയത്തിന് അലൂമിനിയത്തെക്കാളും ലെസ് അറ്റോമിക് റേഡിയസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇതിൽ നമുക്ക് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ് സംഭവിക്കുന്നത്? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിക്കുക ഗാലിയം എത്തുമ്പോൾ ഡി ഓർബിറ്റൽസ് ഫില്ല് ചെയ്യപ്പെടുന്നു. കംപ്ലീറ്റ്ലി ഡി ഓർബിറ്റൽസ് ഗാലിയത്തിൻ്റെ കേസിൽ ഫില്ല് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ആണ് നടക്കുക. അതായത് ഷീൽഡിങ്, ഡി ഓർബിറ്റൽസിൻ്റെ ഷീൽഡിങ് വളരെ കുറവാണ്. അപ്പോൾ ഡി ഓർബിറ്റൽസിൻ്റെ ഷീൽഡിങ് കുറവായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക എന്താണ്? ഡി ഓർബിറ്റൽസിൻ്റെ ഷീൽഡിങ് കുറവാണ്. സ്വാഭാവികമായിട്ടും ഷീൽഡിങ് കുറവാകുമ്പോൾ അറ്റോമിക് റേഡിയസ്, അതായത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുന്നു. ഷീൽഡിങ് കുറവായതുകൊണ്ട് തന്നെ അട്രാക്ഷൻ കൂടുന്നു. സ്വാഭാവികമായിട്ടും അറ്റോമിക് റേഡിയസ് കുറയുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ഗാലിയം. ഡ്യൂ ടു ദിസ് ദ ഷീൽഡിംഗ് ഇഫക്റ്റ് ഈസ് ലോ. ദസ് അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഹയർ സ്റ്റെബിലിറ്റി ഓഫ് BCl3 ആസ് കമ്പയർഡ് ടു TLCl3? അതായത് ബോറോൺ ട്രൈ ക്ലോറൈഡ് അതേപോലെ TLCl3 കമ്പയർ ചെയ്യുമ്പം ഹൈ സ്റ്റെബിലിറ്റി കാണിക്കുന്നത് BCl3 ആണ് വെൻ കമ്പയർ ടു TLCl3. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ, അതായത് ഗ്രൂപ്പ് 13 ആണ് ഇതിൽ വരുന്നത്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആണ് വരുന്നത് ഗ്രൂപ്പ് 13. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നതോറും +3 കാണിക്കാനുള്ള, ഗ്രൂപ്പിൻ്റെ +3 കാണിക്കാനുള്ള കഴിവ് കുറയുന്നു. അതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP3 ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എസ്സിലുള്ള 2 ഇലക്ട്രോണ് ബോണ്ടിങ്ങിന് ഇൻവോൾവ് ചെയ്യാനുള്ള കഴിവ്, അതായത് ഇനർ പെയർ ഇഫക്റ്റ് എന്നാണ് പറയുക. അതായത് എസ്സിലെ ഓർബിറ്റിൽ ബോണ്ടിങ് ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്നു മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. അതായത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് ബോറോൺ ടോപ്പിലുള്ളതാണ്, ടാലിയം ആണെങ്കിൽ ഗ്രൂപ്പിൽ ഏറ്റവും താഴെയാണുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ കഴിയും in BCl3 boron is in +3 oxidation state. Since boron is a small atom, it contains 3 electrons in the outermost shell. It can easily show +3 oxidation state. Down the group, +1 oxidation state become more common due to the inner pair effect. So thallium mainly shows +1 oxidation state. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹയർ സ്റ്റെബിലിറ്റി BCl3ക്കാണ് ദെൻ ദാറ്റ് ഓഫ് TLCl3. അപ്പോൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഇനർട്ട് പെയർ എഫക്റ്റ് കൊണ്ടാണ് സ്റ്റെബിലിറ്റി BCl3 ആണ് കാണിക്കുന്നത് ദെൻ ദാറ്റ് ഓഫ് TLCl3. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഏകദേശ എക്സാമിനും കാണുന്നതാണ്. വാട്ട് ഈസ് ഇനർട്ട് പെയർ എഫക്റ്റ്? വാട്ട് ഈസ് ഇറ്റ്സ് കോൺസിക്വൻസസ്? അതായത് എന്താണ് ഇനർട്ട് പെയർ എഫക്റ്റ്? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഇറ്റ് ഈസ് ദ റിലക്റ്റൻസ് ഓഫ് S ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. അതായത് എസ്സിലുള്ള ഇലക്ട്രോൺ, S ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് റിലക്റ്റൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ് ആണ്. അതായത് വിമുഖത കാണിക്കുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അതായത് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകും തോറും S ഇലക്ട്രോൺസ് റിലക്റ്റൻസ് കാണിക്കുന്നു, വിമുഖത കാണിക്കുന്നു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14 ആൻഡ് ഗ്രൂപ്പ് 15. അപ്പോൾ ഇങ്ങനെ ഇൻ ദീസ് ഗ്രൂപ്പ്സ് ആസ് ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ്, അതായത് മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്, ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് 2 ലെസ് ദാൻ ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഗ്രൂപ്പ് 13 നോക്കുകയാണെങ്കിൽ അതിലുള്ള കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്. പക്ഷേ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 1 ആയി മാറുന്നു. അതേപോലെ നമുക്ക് പറയാം 14ൽ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 ആണെങ്കിൽ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 ആയി മാറുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എസ്സിലുള്ള 2 ഇലക്ട്രോൺ,
വിമുഖത കാണിക്കുന്നു, ബോണ്ടിങ്ങിന് ഇൻവോൾവ് ചെയ്യാൻ റിലക്റ്റൻസ് കാണിക്കുന്നു. അതിനെയാണ് ഇനർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇറ്റ് ഈസ് ദ റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്, ദാറ്റ് ഈസ് നോൺ ആസ് ഇനർട്ട് പെയർ ഇഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് PbCl2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ PbCl4 വൈ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. PB എന്ന് പറയുന്നത് ലെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 14 ആണ്. സോ ഇവിടെ നമുക്ക് ദിസ് ഈസ് ഡ്യൂ ടു ദ ഇനർട്ട് പെയർ ഇഫക്റ്റ്. അതായത് PbCl2 എന്ന് പറയുമ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, Cl4 എന്ന് പറയുമ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലെഡ് ഗ്രൂപ്പിൽ 14 ഗ്രൂപ്പിൽ ഡൗൺ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസി കുറയുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇനർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യന് നമുക്ക് കോമൺ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയും ഇനർട്ട് പെയർ ഇഫക്റ്റാണ്. ഗിവ് ദ സ്ട്രക്ചർ ഓഫ് അലൂമിനിയം ക്ലോറൈഡ് AlCl3യുടെ സ്ട്രക്ചറാണ് പറയേണ്ടത്. ഇൻ AlCl3 ദർ ആർ ഓൺലി 6 ഇലക്ട്രോൺസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന് ചുറ്റിലും 6 ഇലക്ട്രോൺസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി ഇറ്റ് എക്സിസ്റ്റ് ആസ് ഡൈമർ. അതായത് ഡൈമറായി ഫോം ചെയ്യുന്നു. AlCl3 ട്വൈസ് ആയി മാറുന്നു. ഇതിൻ്റെ പിക്ചർ നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയണം. സോ അപ്പോൾ സ്ട്രക്ചറായി. സോ നമുക്ക് ഓർമ്മിക്കേണ്ടത് in order to attain the stability it exists as dimer AlCl3 twice ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ബൊറാക്സ്, വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ഇറ്റ്. ഇറ്റ് ഈസ് സോഡിയം ടെട്രാ ബോറേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് വിത്ത് ഫോർമുല Na2B4O7 10H2O ആണ്. ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഇവിടെ കാണുന്നത് Na2B4O7 10H2O ആണ്. ഓൺ ഹീറ്റിംഗ് ബൊറാക്സ് first loses water molecule and swells up. On further heating it turns into a transparent liquid which solidifies into glass like material that is known as borax bead. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൊറാക്സ് എന്താണ്, ഇവിടെ എന്താണ് ബൊറാക്സ് ബീഡ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബൊറാക്സ് എന്ന് പറഞ്ഞാൽ ഈ സോഡിയം ടെട്രാ ബോറേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം, അതിൻ്റെ നെയിം അറിഞ്ഞിരിക്കണം. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൊറാക്സ് ഫസ്റ്റ് ലോസ് വാട്ടർ അതായത് 10H2O ഉണ്ട്, അത് ലോസ് ചെയ്യുന്നു. അപ്പോൾ Na2B4O7 ആയി മാറുന്നു. അപ്പോൾ ആ മോളിക്യൂള് സ്വെൽസ്. ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺസ് ഇൻറ്റു എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ലൈക്ക് മെറ്റീരിയൽ ആയി മാറുന്നു. അതായത് ഗ്ലാസ് പോലെയുള്ള സോളിഡായിട്ട് മാറുന്നു. അതിനെ നമ്മൾ പറയുക ബൊറാക്സ് ബീഡ് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. ബൊറാക്സ് ബീഡ് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഗ്ലാസ് ലൈക്ക് മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനെ ബൊറാക്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വിത്ത് ട്രാൻസിഷൻ മെറ്റൽസുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം, കോപ്പർ, മെർക്കുറി ഒക്കെ ട്രാൻസിഷൻ മെറ്റൽസിൽ വരുന്നതാണ്. സോ നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കളേർഡ് ബീഡ്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് കളേർഡ് ബീഡ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ഇസ് ബേസിക് ഇൻ നേച്ചർ. അതായത് എന്തുകൊണ്ടാണ് ബേസിക് നേച്ചർ കാണിക്കുന്നത് അക്വസ് സൊല്യൂഷൻ ഓഫ് ബൊറാക്സ്. Borax dissolves in water to give NaOH and orthoboric acid. Since NaOH is a strong alkali and orthoboric acid is weak acid, അതുകൊണ്ട് തന്നെ ഇത് aqueous solution of borax എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണെന്ന് പറയാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യനും സാധാരണഗതിയിൽ എക്സാമിന് കാണാറുണ്ട്. ഓർത്തോബോറിക് ആസിഡ് ഈസ് മോണോ ബേസിക് ഈവൻ ദോ ഇറ്റ് കണ്ടെയ്ൻ 3 ഹൈഡ്രജൻ ആറ്റംസ്. അതായത് ഓർത്തോബോറിക് ആസിഡ് എന്തുകൊണ്ടാണ് മോണോ ബേസിക് ആസിഡ് ആകുന്നത്? ഈവൻ ദോ ഇറ്റ് കണ്ടെയ്ൻ 3 ഹൈഡ്രജൻ ആറ്റം ഇതിൽ പ്രസൻ്റ് ആണ്. എന്നിട്ട് പോലും ഇവിടെ ഓർത്തോബോറിക് ആസിഡ് എന്തുകൊണ്ടാണ് മോണോ ബേസിക് ആസിഡ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഓർത്തോബോറിക് ആസിഡ് എന്ന് പറയുന്നതാണ് BOH ത്രൈസ് ആണ്. BOH ത്രൈസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓർത്തോബോറിക് ആസിഡ് ഈസ് വീക്ക് മോണോ ബേസിക് നോൺ പ്രോട്ടിക് ആസിഡ് ആണ്. നോൺ പ്രോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ
ഒ എച്ച് ആയിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് BOH, ബിയുടെ മുകളിൽ OH ഉണ്ട്. ഇറ്റ് ആക്ട് ആസ് ലൂയിസ് ആസിഡ് ബൈ ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ. ഇത് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ BOH ത്രൈസ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഫ്രം ഹൈഡ്രോക്സിൽ അയോൺ. അതുകൊണ്ടാണ് BOH ത്രൈസ് എന്താണ് ഓർത്തോബോറിക് ആസിഡ് മോണോബേസിക് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ 3 ഹൈഡ്രജൻസ് BOHൽ പ്രസൻ്റ് ആണെങ്കിൽ പോലും ഇതെന്താണ് ഒരു മോണോബേസിക് ആസിഡാണ്, നോൺ പ്രോട്ടിക് ആസിഡാണ്. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താണ് BOH ത്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് ആക്സെപ്റ്റ് ദ ഇലക്ട്രോൺ ഫ്രം ഹൈഡ്രോക്സിൽ അയോൺ, എന്നിട്ട് അത് BOH4- ആയി മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡൈബോറൈൻ. ഡൈബോറൈൻ ഈസ് ദ സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രോയിഡ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് BF3 വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രോയിഡ് LiAlH4 ഇൻ ഈതർ. നമ്മൾ ഇക്വേഷൻ കാണാം. BF3 + LiAlH4 ആണ്. B2H6 ആണ് ഡൈബോറൈൻ. B2H6 ആണ്. അതേപോലെ ബൈ പ്രോഡക്റ്റ് ലിഥിയം ഫ്ലൂറൈഡ് ആൻഡ് അലൂമിനിയം ഫ്ലൂറൈഡ് ആണ്. അതേപോലെ ഇൻഡസ്ട്രിയലി ഡൈബോറൈൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് BF3 വിത്ത് സോഡിയം ഹൈഡ്രേറ്റ്. BF3 + NaH ആണ്. 450 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B2H6 അതായത് ഡൈബോറൈൻ ഉണ്ടാകുന്നു പ്ലസ് NaF. ഈ ക്വസ്റ്റ്യനും സാധാരണഗതിയിൽ എക്സാമിന് കാണാറുണ്ട്. വാട്ട് ഈസ് ഇനോർഗാനിക് ബെൻസീൻ? ഗിവ് ഇറ്റ്സ് പ്രിപ്പറേഷൻ ആണ്. ബോറാസീൻ, അതായത് ബോറാസീൻ എന്ന് പറഞ്ഞാൽ B3N3H6 ആണ് ഫോർമുല. ബോറാസീൻ B3N3H6 ദാറ്റ് ഈസ് കോൾഡ് ഇനോർഗാനിക് ബെൻസീൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അമോണിയ വിത്ത് ഡൈബോറൈൻ. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഡൈബോറൈൻ B2H6 ആണ് പ്ലസ് അമോണിയ. ഡൈബോറൈൻ എന്താണ് B2H6 + അമോണിയ വിച്ച് ഗിബ്സ് എന്താണ് നമുക്ക് കിട്ടുന്നതിന് ഹീറ്റ് ചെയ്യുന്നത്. അതായത് B2H6 NH3 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B3N3H6 നമുക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് കിട്ടുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമിലർ ടു ദാറ്റ് ഓഫ് ബെൻസീൻ പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്നത്. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CCl4 cannot be hydrolyzed ആണ്. വൈ എന്നുള്ളതാണ്. അപ്പോൾ CCl4 എന്തുകൊണ്ടാണ് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റാത്തത്? അതായത് അഡീഷൻ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കാർബൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാർബണിന് ദർ ഈസ് നോ വാക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാർബണിന് ലോൺ പേസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിജൻ നൽകുന്ന വാട്ടറിലുള്ള ഓക്സിജൻ നൽകുന്ന ലോൺ പേസ് ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് പറയാൻ കഴിയും CCl4 cannot be hydrolyzed. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്നുള്ളതാണ്. കാർബണിന് ഏതൊക്കെയാണ് അലോട്രോപ്സ്? കാർബൺ എക്സിസ്റ്റ് ഇൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് അലോട്രോപ്സ്. ക്രിസ്റ്റലൈൻ അമോർഫസ് അലോട്രോപ്സ് കാർബണിന് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ആണ്. അതേപോലെ അമോർഫസ് ഫോംസ് ഓഫ് കാർബൺ ആണ് ചാർക്കോൾ, കോക്ക് ആൻഡ് കാർബൺ ബ്ലാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയമണ്ട് ഈസ് ഹാർഡ് ആൻഡ് നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് ഗ്രാഫൈറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയമണ്ട് ഹാർഡാണ്, നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ്, അതേപോലെ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ് ബട്ട് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ ആൻഡ് ലിങ്ക്ഡ് ടു 4 അതർ കാർബൺ ആറ്റം ഇൻ എ ടെട്രാഹൈഡ്രൽ മാനർ. അതായത് ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. അതേപോലെ ഓരോ കാർബൺ ആറ്റവും 4 അതർ കാർബൺ ആറ്റംസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഹാസ് എ റിജിഡ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. അതുകൊണ്ട് തന്നെ ഇത് റിജിഡ് ആണ്. ദർഫോർ ഡയമണ്ട് ഈസ് ഹാർഡ് നമുക്ക് പറയാം. അതുകൊണ്ട് ഇവിടെ 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡയമണ്ട് ഹാർഡാണ്. അതേപോലെ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് എല്ലാ കാർബൺ ആറ്റവും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാൻ കഴിയും
there is no free electron, so it is a non-conductor of electricity ആണ്. ഗ്രാഫൈറ്റ് ആണെങ്കിൽ in graphite each carbon atom is in sp2 hybridization and it has hexagonal layered structure. അതായത് ഇവിടെ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു p ഓർബിറ്റലിൽ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ഹെക്സഗണൽ ലെയർഡ് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അതായത് ഒരു ലെയർ അടുത്ത ലെയർ അങ്ങനെ, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹെക്സഗണൽ ലെയർഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അത് ഈ ലെയേഴ്സ് തമ്മിൽ പരസ്പരം വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈച്ച് ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ വൺ അനദർ. ഇത് പരസ്പരം തെന്നിമാറുന്നു, അതുകൊണ്ട് ഇത് സോഫ്റ്റ് ആണെന്ന് പറയാം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ, അതായത് ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഇവിടെ sp2 ആണ്, sp3 അല്ല. അതുകൊണ്ട് ഒരു p ഇലക്ട്രോണ് റിമൈനിങ് ആണ്, ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രീ ഇലക്ട്രോൺസ് റിമൈനിങ് ആയതുകൊണ്ട് ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫുള്ളറിൻ. എന്താണ് ഫുള്ളറിൻ? നമുക്കറിയാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ ആണ് ഫുള്ളറിൻ. ദ മോസ്റ്റ് കോമൺലി നോൺ ഫുള്ളറിൻ ഈസ് C60 ആണ്, കാർബൺ 60 എന്നറിയപ്പെടും, വിച്ച് ഈസ് നോൺ ആസ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. ഇവിടെ ഇറ്റ് കണ്ടെയ്ൻ 26, അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിനിൽ 26 മെമ്പേർഡ് റിങ്സ് ഉണ്ട്. അതായത് കാർബണിൻ്റെ 20 6 മെമ്പേർഡ് റിങ്ങും 12 5 മെമ്പേർഡ് റിങ്സുമാണുള്ളത്. കാർബണിൻ്റെ 12 5 മെമ്പേർഡ് റിങ്സ് ആണുള്ളത്. 6 മെമ്പേർഡ് റിങ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് 6 ഓർ 5 മെമ്പേർഡ് റിങ്. അതായത് 6 മെമ്പേർഡ് ഫ്യൂസ് ചെയ്തിരിക്കുന്നു, 6 അതല്ലെങ്കിൽ 5 മെമ്പേർഡ് റിങ്സുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് 5 മെമ്പേർഡ് റിങ് ക്യാൻ ഓൺലി ഫ്യൂസ് വിത്ത് 6 മെമ്പേർഡ് റിങ്. 5 മെമ്പേർഡ് റിങ് ആരായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുള്ളത്? ഓൺലി 6 മെമ്പേർഡ് റിങ്ങുമായിട്ട് മാത്രമാണ് ഫ്യൂസ് ചെയ്യപ്പെടുക. ഇവിടെ all the carbon atoms are equal and they undergo sp2 hybridization. Each carbon atom forms 3 sigma bonds with the other 3 carbon atoms. The remaining electron at each carbon is delocalized in molecular orbitals. This gives an aromatic character to the molecule. ഇവിടെ all the carbon atoms equal ആണ്. they undergo എല്ലാം sp2 hybridized orbitals ആണ്. each carbon atom forms the 3 sigma bond. 3 sigma bond ഫോം ചെയ്യുന്നു. the remaining 1 electron free ആണ്. that each carbon is delocalized in molecular orbitals. അതായത് റിമൈനിങ് ഇലക്ട്രോൺ, ഓരോ കാർബൺ ആറ്റത്തിലെയും ഓരോ ഇലക്ട്രോണ് sp2 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് ഫ്രീ ആണ്. അത് ഡീലോക്കലൈസ്ഡ് ആണ് മോളിക്കുലർ ഓർബിറ്റൽസ്, ഡീലോക്കലൈസ്ഡ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ഇത് നമുക്ക് അരോമാറ്റിക് ക്യാരക്ടർ കാണിക്കുന്നു ഫുള്ളറിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്? ഗിവ് എനി വൺ ഓഫ് ദെയർ യൂസ്. ഇവിടെ നമ്മൾ എന്താണ് വാട്ടർ ഗ്യാസ് എന്ന് നോക്കാം. എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. അതായത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ വാട്ടർ ഗ്യാസ് അതല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് സ്റ്റീം ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് അബൌട്ട് 1273 കെൽവിൻ. അടുത്തത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണെന്നുള്ളതാണ്. മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഈസ് കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് എയർ ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് അബൌട്ട് 1273 കെൽവിൻ. അതേപോലെ പ്രൊഡ്യൂസർ ഗ്യാസും അതേപോലെ തന്നെ സിന്തസിസ് ഗ്യാസും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഫ്യൂൽസ് ആയിട്ടാണ്. സജസ്റ്റ് എ റീസൺ ഫോർ ദ ടോക്സിസിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ്. അതായത് കാർബൺ മോണോക്സൈഡിൻ്റെ ടോക്സിസിറ്റി ഏതാണെന്നാണ്. ഇൻ CO കാർബൺ മോണോക്സൈഡ് there are 1 sigma and 2 pi bond. നമ്മൾ ബിറ്റ്വീൻ ദ ഓക്സിജൻ ആൻഡ് കാർബൺ നോക്കിക്കഴിഞ്ഞാൽ 2 pi ബോണ്ടും അതേപോലെ 1 sigma ബോണ്ടുമാണ് കാണുക. ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബണിൻ്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാണാൻ കഴിയും. സോ ഈ ലോൺ പെയർ ഇലക്ട്രോൺ ക്യാൻ ഡൊണേറ്റ് ടു ദ ഹീമോഗ്ലോബിൻ ആൻഡ് ഇറ്റ് ക്യാൻ ഫോം എ കാർബോക്സി ഹീമോഗ്ലോബിൻ.
നമുക്ക് ഇവിടെ പറയാൻ കഴിയും കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് 300 ടൈംസ് സ്റ്റേബിളാണ് ദാൻ ദാറ്റ് ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ ട്രാൻസ്ഫർ ഇവിടെ കാർബോക്സി ഹീമോഗ്ലോബിൻ തടയുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും എന്താണ് കാർബൺ മോണോക്സൈഡ് ഈസ് ഹൈലി ടോക്സിക് എന്ന് പറയാൻ കഴിയും. വാട്ട് ഈസ് ഡ്രൈ ഐസ് ഗിവ് ഇറ്റ്സ് യൂസ്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ഐസ് ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൂളിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് അണ്ടർ പ്രഷർ. ഇറ്റ് സബ്ലൈംസ് ഡയറക്ട്ലി ടു ദ വേപ്പർ ഫേസ് വിത്തൗട്ട് ലിക്വിഫൈങ്. അതായത് ഈ നമുക്ക് സാധാരണഗതിയിൽ ഇത് ഫോംസ് നമ്മൾ ഉപയോഗിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി ഇത് സബ്ലൈം ചെയ്യുന്നു. അതായത് ഇത് ഡയറക്റ്റ്ലി സർഫേസിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും ഇത് ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുന്നത് കാണാൻ കഴിയും ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സബ്ലൈംസ് ഡയറക്ട്ലി ടു ദ വേപ്പർ ഫേസ് വിത്തൗട്ട് ലിക്വിഫൈങ്. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ സർഫേസ് ഓൺ വിച്ച് ഇറ്റ് സബ്ലൈംസ്. ഇത് ലിക്വിഡായി മാറാത്തത് കൊണ്ട് തന്നെ ഇത് സർഫേസ് വെറ്റ് ചെയ്യാതെ, അതായത് നനവ് ഇല്ലാതെ, സർഫേസിൽ നനവ് ഇല്ലാതെ ഇത് സബ്ലൈം ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. അതുകൊണ്ടാണ് ഇതിനെ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ് ഫോർ ദ ഐസ്ക്രീം ആൻഡ് ഫ്രോസൺ ഫുഡ്. ഫ്രോസൺ ഫുഡിൽ അതേപോലെ ഐസ്ക്രീമിൽ നമ്മൾ റെഫ്രിജറൻ്റായി ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗ്യാസ് വൈൽ SiO2 സിലിക്കൺ ഡൈ ഓക്സൈഡ് ഈസ് സോളിഡ്. അക്കൗണ്ട് ഫോർ ദിസ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഈ കാർബൺ ഫാമിലിയിലാണ് സിലിക്കണും വരുന്നത് എന്നറിയാം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും സിലിക്കൺ ഡൈ ഓക്സൈഡ് സോളിഡുമാണ്. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. Carbon dioxide molecule, carbon atom undergo sp hybridization, so it is a linear shape. It exists as discrete separate molecules. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ലീനിയർ ഷേപ്പുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ദർ ഈസ് ഓൺലി വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് തമ്മിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് ഗ്യാഷ്യസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ബട്ട് ഇൻ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഈച്ച് സിലിക്കൺ ആറ്റം അണ്ടർഗോ sp3 ഹൈബ്രിഡൈസേഷൻ. അതായത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഓരോ സിലിക്കണും sp3 ഹൈബ്രിഡൈസേഷനാണ് വിധേയമാകുന്നത്. ഹിയർ ഈച്ച് സിലിക്കൺ ആറ്റം ഈസ് ടെട്രാഹൈഡ്രലി സറൗണ്ടഡ് ബൈ 4 ഓക്സിജൻ ആറ്റം. ഇവിടെ നമ്മൾ ഓരോ സിലിക്കണും നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റിലും 4 ഓക്സിജൻ ആറ്റംസ് ടെട്രാഹൈഡ്രലി സറൗണ്ടഡ് ആണ്. So it has 3-dimensional network structure and hence it is a solid. അതുകൊണ്ട് തന്നെ ഇത് 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്. സോ ഇതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇത് സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. വാട്ട് ആർ സിലിക്കോൺസ്? ഗിവ് ദെയർ യൂസസ്. ദേ ആർ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോസിലിക്കൺ പോളിമേഴ്സ് വിച്ച് ഹാവ് R2SiO ആസ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനോസിലിക്കൺ പോളിമറാണിത്. ഇതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് R2SiO ആണ്. ദേ ആർ യൂസ്ഡ് ആസ് സീലൻറ്റ്, ഗ്രീസസ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഫോർ വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സീലൻറ്റ്, ഗ്രീസസ്, അതേപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഫോർ വാട്ടർ പ്രൂഫിംഗ് ഫാബ്രിക്സ്. ബീയിങ് ബയോകോമ്പാറ്റബിൾ, ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സ്.